ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പം ഞങ്ങളില്ലേ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാ മത്തിക്കറിയും ചോറ് മാത്രം ഉണ്ടാക്കിയത്. ചെറുതായിട്ടൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും വീട് പൂട്ടിയിട്ട് നമ്മൾ പോയാൽ പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ക്ലീനിങ് ഉണ്ടാവും. ചെറുതായിട്ടല്ല, ഏകദേശം ഒരു ക്ലീനിങ് തന്നെ നടക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സമയത്ത് എനിക്ക് കുറേയൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഈസി ആയിട്ടൊരു ചോറും കറിയും മാത്രം ഉണ്ടാക്കിയതാണ്. പിന്നെ ചെറുതായിട്ടുള്ള ക്ലീനിങ്ങൊക്കെ ഞാൻ രാത്രി തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാം ഒന്ന് നീറ്റാക്കുക. എന്ന് വെച്ചാൽ കിച്ചണൊക്കെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് ഇടയ്ക്ക് പിറക്കി വെച്ചിട്ട് കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. അന്നത്തെ ദിവസം ഒരുപാടൊന്നും അങ്ങനെ കുക്കിങ്ങൊക്കെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാൻ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന നേരത്ത് കുട്ടികളുടെ ഓരോ തരികിടങ്ങൾ കേട്ടോ. പിന്നെ ഇത് ഞാൻ വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ. ഫാൻ ഒരിടത്തിടും, മറ്റുള്ളവരൊക്കെ എവിടെയോ പോയി കളിക്കും, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നിട്ട് ഒന്ന് കമൻറ്റാക്കി നിങ്ങളും ഒന്ന് അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയാം കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസത്തെ രാത്രിത്തെ വിശേഷങ്ങളൊക്കെ ഞാനിവിടെ തീർത്തിട്ടുണ്ടോ. കിച്ചണൊക്കെ നീറ്റാക്കിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള അരിയൊക്കെ ഞാൻ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. മീൻ കറിയാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയും മീൻ കറിയും നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ ഇത് വെള്ളത്തിൽ ഞാനിപ്പോൾ പച്ചരിയൊക്കെ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും, എൻ്റെ ദോശ പാത്രത്തിൽ ഞാൻ നല്ലോണം മയക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും നീറാക്കിയിട്ട് വേണമെങ്കിലും ഈ നീർദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടുത്തെ 9 മണിയാവുന്ന നേരത്തെ കിച്ചണൊക്കെ നീറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ നിസ്കാരം മൂത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും പോലെ ഞാൻ ഫേഷ്യലൊന്നും ചെയ്യുന്നില്ല. എൻ്റെ ഫേഷ്യൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഗ്ലിസറിനും റോസ് വാട്ടറും ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മണിക്കൂർ നേരം മുഖത്തേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. മുഖത്തും കൈകളിലും ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ജോലി കാര്യങ്ങളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് നീറ്റാക്കിക്കോളും. കാരണം ആ സമയത്താണെങ്കിലും നമുക്കധികം വീർക്കാറൊന്നുമില്ല. അപ്പോൾ ഇത് തേച്ചിട്ട് നന്നെ വീർക്കാനും പാടില്ല, നന്നെ കുളിർക്കാനും പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഈ നേരത്താണ് ഞാനിങ്ങനെ തേച്ച് കൊടുക്കുന്നത്. എല്ലാ നാളും തേച്ച് കൊടുക്കാറില്ല, ഇന്ന് കുറച്ച് നാളിൽ ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നല്ല എഫക്റ്റീവ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തുണികളൊക്കെ മടക്കി വെക്കുക. ഇത് തുണികളല്ല, കിടന്നുറങ്ങിയ ബെഡ്ഷീറ്റ്സുകളാണ് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് മടക്കി കുത്തി കൊടുക്കുക. അപ്പോൾ ആദ്യമേ കിച്ചണിലോട്ട് പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് ബെഡ്റൂം ഒന്ന് ക്ലീൻ ആക്കണമെന്നുണ്ട്. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്യണം, എന്നാൽ കിടന്നുറങ്ങും എനിക്കൊരു സമാധാനം ഉണ്ടാവും. അതുകൊണ്ട് അത് ഞാൻ തന്നെ ചെയ്തു. ബാക്കിയൊക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജനലൊന്ന് തുടക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മാറൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുക്കും. ബാക്കിയൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, ഈ മാറലൊക്കെ എടുക്കുന്ന സ്റ്റിക്കുണ്ടാവില്ലേ, ആ സ്റ്റിക്കിലാണ് ഈ ഫാനൊന്ന് നീറ്റാക്കുക. ബാക്കി എന്താ പറയുക, വാലൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കാം. എന്നിട്ട് റൂം മൊത്തത്തിൽ അങ്ങ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചത് അവൾക്ക്. ബാക്കിയെല്ലാം അവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്, അടിച്ച് തോർത്തിപ്പിക്കുക. ഇതൊക്കെ നീറ്റ് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വീട് ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആവുക. ഒരു 10 മണിയാകുമ്പോൾ വീട് പണീൻ്റെ ക്ലീനിങ് ഒക്കെ നടന്ന് ഇരിക്കണം എന്നിട്ട് ഒരു വിചാരം. അങ്ങനത്തെ ബെഡിലൊക്കെ കയറിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഡോറ് പോലും വെച്ചേക്കാതെ അതിലുള്ള എല്ലാം തുണി കൊണ്ടൊന്ന് തോർത്തി നീട്ടാക്കാണ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഈ മതിലൊക്കെ ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. വീട് പൂട്ടിയിട്ടിട്ട് പോയാൽ മതിലിൽ പോലും മാറലിങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പോൾ ഇതങ്ങനെ എല്ലാം ഒന്ന് ചെയ്ത് ക്ലീൻ ആക്കുന്നുണ്ട്. ഡോറ് പോലും ഞാനിങ്ങനെ കൈകൊണ്ട് ഒരു തുണിയിൽ തുടക്കുക കേട്ടോ. നനക്കാതെ വെട്ടാക്കാതെ ഡ്രൈ തുണിയിലാണ് കേട്ടോ ഒന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഇത് ക്ലീനാക്കാൻ പറഞ്ഞയക്കുന്ന മോളിൽ ഞാനൊന്ന് നീറ്റാക്കിയിട്ട് ഫ്രഷ് ആക്കിയിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ കിച്ചണിലോട്ട് വന്നത് കേട്ടോ. ഈ സമയത്ത് ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം പോലും ചൂടാക്കിയിട്ട് കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് കാലത്ത് തന്നെ ഗുളിക കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് വെള്ളം ആദ്യം ചൂടാക്കുക, ഗുളിക കുടിക്കുക, എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ ദോശ ചൂടാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അതിനുള്ള അരിയൊക്കെ ഞാൻ കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സിയിൽ പെട്ടെന്നൊന്ന് കറക്കിയെടുക്കുക, അതായിരുന്നു തീരുമാനം. അതുകൊണ്ടാണ് ആദ്യമേ ഞാനൊന്ന് ബെഡ്റൂം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അങ്ങോട്ട് വിട്ടത്. ബാക്കിയൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയത്ത്.
അങ്ങനെ ഇത് അരിക്ക് കഴുകി ക്ലീനാക്കുക, മിക്സിയും ക്ലീനാക്കുക, എന്നിട്ട് ഇതിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. വെറും ഇത് പച്ചരിയാണ് കേട്ടോ, പച്ചരിയും വെള്ളവും ഉപ്പും ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞോളൂ, എൻ്റെ ദോശച്ചട്ടിയിൽ ഞാൻ എത്ര വെള്ളം ഒഴിച്ച് എത്ര തിന്നാക്കിയിട്ട് ദോശ ചുട്ടാലും അതിൽ നിന്ന് ഇളകി വരും. കാരണം അതിനെ ഞാൻ മയക്കിയ രീതി അങ്ങനെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരും ഇപ്പോൾ കാണാത്തവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ദോശപാത്രം മയക്കിയെടുത്തിട്ടുള്ളത് എന്നിട്ട്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടാം, ഞാൻ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഉണ്ട് നമുക്കിങ്ങനെ ദോശച്ചട്ടി മയക്കുന്ന രീതി. പക്ഷേ ഞാനും മയക്കിയിട്ടുള്ള ഈ രീതിയിൽ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടുള്ളത്. പിന്നെ ഈ സമയത്തിൽ എൻ്റെ വീട്ടിൽ നിറച്ച് കുട്ടികളുള്ളത്. അപ്പോൾ എത്രയായാലും വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ എഡിറ്റിംഗ് ആക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യാതിരിക്കാനും പറ്റിയില്ല. കാരണം 2-3 ദിവസമായി തോന്നുന്നു എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാതെ. അപ്പോൾ ഇനി ആരും കണക്കാക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ജോലിക്ക് ചെയ്താൽ നമുക്കിതിൽ വരുമാനം കിട്ടുന്നുണ്ടോ, നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബ് ഉണ്ടോ, നമുക്ക് ഒരുപാട് വ്യൂസ് ഉണ്ടോ, അങ്ങനത്തെ വിചാരങ്ങളെല്ലാം മറന്ന് നമ്മൾ ഈ പണിയിലാണ് കേട്ടോ. ഈ ജോലിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക, മനസ്സുറുകി ജോലി ചെയ്യുക. ഈ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതില്ലേ, പിന്നെ എല്ലാത്തിനേക്കാളും വീടിൻ്റെ എല്ലാ ജോലികളെക്കാളും നമുക്ക് മുൻ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വീഡിയോസിനായിട്ടുണ്ടാവും. അതെന്തോ ഒരു ഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ദോശച്ചട്ടി. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ദോശയാണ്, പക്ഷേ ഇളകുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദോശ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പോൾ നല്ല മത്തി മുളകിൻ്റെ കറിയുമാണ് ദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇത് ചായ, ഞാൻ കുട്ടികൾക്ക് ആദ്യമേ ഇന്ന് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചായ ഞാൻ കുടിക്കുന്ന നേരമാകുമ്പോൾ തണിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കണ്ണച്ചായ ഇല്ല, നമ്മുടെ ഈ കട്ടൻ ചായ വീണ്ടും ഒന്ന് ചൂടാക്കി കുടിക്കാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ റൈസ് പോട്ടിൽ അതിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എത്ര ചൂടുണ്ടായിരുന്നു അതേ ചൂടിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ വൈൻഡപ്പ് ആക്കുക. പിന്നെ ഇവിടെ കൊണ്ട് ദോശ കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് നീറ്റായിട്ട് കഴിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ. താങ്ക് യു, ടേക്ക് കെയർ.